വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ചരിത്ര നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭാരതീയ കത്തോലിക്ക സഭ. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങിന് അല്പസമയത്തിനകം വത്തിക്കാനിൽ തുടക്കമാകും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വത്തിക്കാനിൽ ചടങ്ങുകൾ നടക്കുന്ന സമയം ഇടവക പള്ളിയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ലൂർദുമാതാ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. വിവരങ്ങളുമായി സജോ ദേവസ്യ മാമൂട് ലൂർദുമാതാ പള്ളിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, ഇനിയിപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ സമയം മാത്രമാണ് ചടങ്ങുകൾ തുടങ്ങാൻ ബാക്കിയുള്ളത്. സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്, വിശ്വാസികളുടെ സന്തോഷ നിമിഷമാണ്. അവിടെ ഈ മാമൂട് ലൂർദുമാതാ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. വിശ്വാസികൾ അവിടേക്ക് എത്തുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ സജു? റിജിത്ത്, വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം 8:30-ക്കാണ് ചടങ്ങുകൾ നടക്കുക. തിരുക്രമങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നേതൃത്വം വഹിക്കുക. ചടങ്ങുകൾ എന്നത് അവിടെ കൺസിസ്റ്ററി എന്നാണ് അറിയപ്പെടുക. കൺസിസ്റ്ററി എന്നാൽ പ്രധാനമായും കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആളുകൾക്ക് സ്ഥാനചിഹ്നങ്ങൾ, ഒപ്പം തിരുവസ്ത്രങ്ങൾ അണിയിക്കുക, സ്ഥാനചിഹ്നങ്ങൾ നൽകുക, കൈവെപ്പ് ശുശ്രൂഷ വഴി അവരെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുക എന്നിങ്ങനെയാണ് ചടങ്ങുകൾ നടക്കുക. മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനൊപ്പം 21 പേരാണ് ആഗോള കത്തോലിക്ക സഭയിൽ കർദിനാൾമാരായി ഉയർത്തപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ ചടങ്ങിന്റെയും സമയം കുറവാണെങ്കിലും 21 പേരുള്ളതുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കും. അതിനുശേഷം മാർപ്പാപ്പയ്ക്കൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിക്കും വിധമാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇടവകയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും അടക്കം കേരള സഭയെ പ്രതിനിധീകരിച്ച് ആളുകൾ, മലയാളി വിശ്വാസി സമൂഹത്തെയും ഒപ്പം സഭയെയും പ്രതിനിധീകരിച്ചുള്ള ആളുകൾ, കുടുംബാംഗങ്ങളൊക്കെയും വത്തിക്കാനിലെ ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അധികം താമസമില്ല യഥാർത്ഥത്തിൽ. ഒന്നാം വൈദിക പദവിയിൽ നിന്ന്, വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിൽ എത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് കത്തോലിക്ക സഭയിൽ അസാധാരണമല്ലെങ്കിലും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ആദ്യമായാണ് അങ്ങനെ വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട്. അദ്ദേഹം ഇവിടെയാണ്, ഈ ഇടവക അംഗമാണ്. ഞാൻ നിൽക്കുന്ന ചങ്ങനാശ്ശേരി മാമൂട് ലൂർദുമാതാ ഇടവക അംഗമാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം പഠനമൊക്കെ പൂർത്തീകരിച്ച് ഇവിടെ തന്നെയാണ് പിന്നീട് ചങ്ങനാശ്ശേരി SB കോളേജിൽ കെമിസ്ട്രി ബിരുദവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം സെമിനാരി പഠനത്തിനായി, അതായത് വൈദികനാകണമെന്ന ലക്ഷ്യത്തോടുകൂടി സെമിനാരി പഠനത്തിനായി ചേർന്നത്. ആ ഘട്ടത്തിൽ സഭാ സംഘടനകളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം വൈദികനായി. അതിനുശേഷം ഉപരിപഠനത്തിനു വേണ്ടിയാണ് റോമിൽ പോയത്. തുടർന്ന് റോമിൽ ഉപരിപഠനവും ഡോക്ടറേറ്റും ഒക്കെ പൂർത്തിയാക്കി നയതന്ത്ര വിഭാഗത്തിൽ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം സജോ ദേവസ്യ മാമൂട് ലൂർദുമാതാ പള്ളിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യൻ സമയം 8:30യോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നത്. നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മാർപ്പാപ്പയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. നിയുക്ത കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ. കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനും അഭിമാനകരമായ നിമിഷമാണിതെന്നും ചാണ്ടിയുമ്മൻ 24-നോട് പറഞ്ഞു. 24-ന് വേണ്ടി വത്തിക്കാനിൽ നിന്ന് ഫാദർ പ്രിൻസ് തെക്കേപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ചാണ്ടിയുമ്മൻ MLA ചേരുകയാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വത്തിക്കാനിൽ അഭിവന്ദ്യ ജോർജ് കൂവക്കാട് പിതാവിൻ്റെ കർദിനാൾ സ്ഥാനാരോഹണത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം സാർ, വീണ്ടും ഒരിക്കൽ കൂടി വത്തിക്കാനിലെത്തുമ്പോൾ വളരെ അവിസ്മരണീയമായൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് 24-ൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. 24-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ സാർക്കും എല്ലാവർക്കും നമസ്കാരം ചൊല്ലുന്നു. ഇവിടുന്ന് വളരെയധികം സന്തോഷമുണ്ട് വത്തിക്കാനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ. പ്രത്യേകിച്ച് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് അഭിമാനം നൽകുന്ന നിമിഷമാണ്. നമ്മുടെ ഒരു സഹോദരന്മാരിലൊരാൾ, ഭാരതീയരിലൊരാൾ വൈദികനിൽ നിന്ന് നേരെ കർദിനാളാവുന്ന ദിവസമാണ്. അതിൽ സാക്ഷിയാവാൻ സാധിച്ച അതിയായ സന്തോഷം. ഞാൻ ആക്ച്വലി ഇവിടെ വന്നത് 28-നാണ്. അന്ന് ഇവിടുത്തെ സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്നതാണ്, രാത്രിയാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടി സമാപിച്ചെങ്കിലും ഞാൻ പോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഈ സർവ്വമത സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നടത്തി തന്നത് അഭിവന്ദ്യ ജോർജ് കൂവക്കാട് പിതാവാണ്. അദ്ദേഹം വൈദികനായിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പിതാവിനെ, ഞങ്ങൾക്ക് പരിശുദ്ധ പിതാവിനെ കാണുവാനുള്ള അവസരം ലഭിച്ചത്. ഞാനും സർവേശ്വരാനന്ദ സ്വാമിജിയും ബാബുരാജൻ സാറും കൂടെ ഒരുമിച്ച് വന്ന് പിതാവിനെ കണ്ടു. ഞങ്ങൾ അനുമതി ചോദിച്ചു, ഞങ്ങൾക്ക് അനുമതി നൽകി. ഈ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ സർവ്വമത സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികം അതിഗംഭീരമായി ഇവിടെ നടത്താൻ സാധിച്ചത് അഭിവന്ദ്യ പിതാവിൻ്റെ പ്രത്യേക താല്പര്യമാണ്.
അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകയാണ്. എനിക്ക് നാട്ടിൽ എത്തേണ്ട അത്യാവശ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെ നിൽക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരുന്ന വലിയ ഒരു വിളംബരമായി ഈ സർവ്വ സമ്മേളനം മാറി. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ച വിധം ഒരു പേര് പോലും ചോദിക്കാതാണ് ഞങ്ങളെ പേപ്പൽ പാലസിലോട്ട് കൊണ്ടുപോയി അതിൽ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തു. സ്വിസ് ഗാർഡിൻ്റെ അകമ്പടിയോടുകൂടി എല്ലാവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം പരിശുദ്ധ പിതാവ് തന്നു. അതുപോലെ തന്നെ അതെല്ലാം അഭിവന്ദ്യ ജോർജ് കുവക്കാട്ട് പിതാവിൻ്റെ ഒരു പ്രത്യേക താല്പര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാനും സർവേശ്വരൻ സ്വാമിജിയും ബാബുജാൻ സാറും ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഞാൻ നാളെ ഇത് കഴിഞ്ഞാൽ ഉടനെ പോകുന്നതായിരിക്കും. അപ്പോൾ വലിയ സന്തോഷം. നമ്മുടെ നാട്ടിൽ ഐക്യം കൊണ്ടുവരുവാനുള്ള വലിയ ശ്രമം പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ പാതയും പരിശുദ്ധ പിതാവിൻ്റെ പാതയും കാണിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. വത്തിക്കാനിൽ നിന്നും ശ്രീ ചാണ്ടി എം എൽ എയോടൊപ്പം ശ്രീ ചാണ്ടി ഉമ്മൻ MLA-യോടും പ്രിയപ്പെട്ട വലിയ സുഹൃത്തുക്കളോടുമൊപ്പം ഫാദർ പ്രിൻസ് തെക്കേപ്പുറം CSSR. മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അത് 7:30 മുതൽ പ്രേക്ഷകർക്ക് 24-ൽ കാണാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ തീരുമാനം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം. വിവരാവകാശ കമ്മീഷണർ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഇന്ന് ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പുതിയൊരു പരാതി ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. എന്താണ് വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ? ശ്രീജിത്ത്, വിവരാവകാശ കമ്മീഷണർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുഴുത്തിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടണമെന്ന ഉത്തരവ് ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു ആദ്യം അറിഞ്ഞിരുന്നത്. അതിനുശേഷം അങ്ങനെ ഉണ്ടാകില്ല എന്നറിഞ്ഞതോടുകൂടി നാളെയോ മറ്റന്നാളോ ആ തീരുമാനം വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ തീരുമാനം, ആ ഉത്തരവ് വരാൻ വൈകും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച കഴിഞ്ഞ് മാത്രമേ അതിലെ തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം നിലവിൽ ആലപ്പുഴയിലാണ്. അതിനുശേഷം എറണാകുളത്തേക്ക് പോകും. പിന്നാലെ ഡൽഹിയിലേക്കും പോയതിനു ശേഷം വ്യാഴാഴ്ചയോടുകൂടി മാത്രമേ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തൂ. അതിനുശേഷം മാത്രമേ ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ. എന്ന് പുറത്തുവിടും എന്ന ഉത്തരവ് വരും എന്നുള്ള വിഷയത്തിലാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇന്ന് പുറത്തുവിടാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടാം ഹർജിക്കാരൻ കൂടി ഉണ്ടായിരുന്നു. ആ രണ്ടാം ഹർജിക്കാരൻ്റെ പരാതി കൂടി പരിഗണിക്കണമെന്നും അതിനുശേഷം അദ്ദേഹത്തിന് കൂടി ഈ പരാതിയുടെ അതല്ലെങ്കിൽ ഈ ഉത്തരവിൻ്റെ പകർപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ടു. അത് വിവരാവകാശ കമ്മീഷണറുടെ ബെഞ്ചല്ല അത് നേരിട്ട് പരിശോധിക്കുന്നത്. അതാണ് ഇന്നത്തെ സാങ്കേതിക തടസ്സമായി വന്നത്. അതിന് പിന്നാലെ ആ രണ്ടാം ബെഞ്ച് പരിഗണിച്ചതിന് ശേഷം അത് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അതുകൂടി പരിഗണിച്ചതിന് ശേഷം ആ പരാതി കൂടി തീർപ്പാക്കിയതിന് ശേഷം മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരൂ. ഉത്തരവ് വന്നതിന് ശേഷമാകും 49 മുതൽ 53 വരെയുള്ള പേജുകളും മറ്റ് ചില ഖണ്ഡികകളും ഒഴിവാക്കി സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവരുന്നത് സംബന്ധിച്ച് വ്യക്തത വരൂ. മാത്രമല്ല, ഈ ഉത്തരവ് വന്നതിന് ശേഷവും സാംസ്കാരിക വകുപ്പ് എപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടും എന്നതും ആകാംക്ഷയായി തന്നെ തുടരുകയാണ്. റിജിത്ത്, ശരി. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തൃശൂർ കുന്നംകുളത്ത് ജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിക്കുന്നു. വഞ്ചിപ്പാട്ട് വിധി നിർണ്ണയത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് പരാതി? സൂരജ്, ഈ വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ വിധി നിർണ്ണയത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇപ്പോൾ ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിക്കുന്നത്. ഇതിൽ വിധികർത്താവായി എത്തിയ ആളെക്കുറിച്ച് രാവിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചില പരാതികൾ ഉണ്ടായിരുന്നു. ഇത് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പകരം ഒരു വിധികർത്താവിനെ കണ്ടെത്താനുള്ള കാലതാമസത്തെ തുടർന്ന് ഈ വിധികർത്താവിനെ വെച്ച് തന്നെ മത്സരം നടത്തുകയായിരുന്നു. പകരം ഈ മത്സരത്തിന്റെ പൂർണ്ണമായും മത്സരം ഈ ദൃശ്യങ്ങളടക്കം വീഡിയോ ചിത്രീകരിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ഈ വിധി നിർണ്ണയത്തിന് ശേഷം ഫലം വന്നപ്പോൾ അതിൽ ഈ മാനുവൽ പ്രകാരം, കലോത്സവ മാനുവൽ പ്രകാരം വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കാത്ത ടീമിന് സമ്മാനം നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മത്സരാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം നേതൃത്വത്തിൽ ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിക്കുന്നത്. ഇവരുടെ ആവശ്യം പൂർണ്ണമായും ഈ മത്സരഫലം റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പാകട്ടെ ഇതിൽ അപ്പീൽ നൽകാം, അതിനപ്പുറത്തേക്ക് ഒന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലെത്തിയതോടുകൂടി ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും വിദ്യാർത്ഥികളും മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ്. ഏറെ നേരമായി ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഈ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇടപെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യാ സഖ്യത്തിലെ ഭിന്നത പാർലമെന്റിന് പുറത്തേക്ക്. ഇന്ത്യാ സഖ്യത്തെ നയിക്കാൻ തയ്യാറെന്ന് മമതാ ബാനർജി. തീരുമാനം സ്വാഗതം ചെയ്ത NCPയും സമാജ്വാദി പാർട്ടിയും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ കോൺഗ്രസിന്റെ നേതൃത്വം കാര്യക്ഷമമല്ല എന്ന വിമർശനം മുന്നണിക്കകത്ത് നിന്ന് തന്നെ സജീവമായി ഉയർന്നു കേൾക്കുന്നതാണ്. അതിനിടയിലാണ് മമതയുടെ പ്രതികരണം. വിവരങ്ങൾ എന്താണ് ബൽറാം?
റിജിത്ത്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വലിയൊരു പരിധിവരെ വിജയമായിരുന്നു എന്ന വിലയിരുത്തൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്. എന്നാൽ അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം ഫലവത്തായില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. അത് പല ഘട്ടങ്ങളിലും സഖ്യകക്ഷികളുമായി നടത്തിയ ചർച്ചകളിലും അവരുടെ സീറ്റ് വീതം വെച്ചതുമായി ബന്ധപ്പെട്ടും ഈ പരാതികൾ അതിരൂക്ഷമായി തന്നെ ഉയർന്നിരുന്നു. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ ഈ ഇടതു പാർട്ടികൾ ഇക്കാര്യത്തിൽ കടുത്ത ആക്ഷേപവുമായി രംഗത്തുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് തുടർന്നു വന്ന പാർലമെന്റ് സമ്മേളനത്തിലും ഈ ഒരു ഭിന്നത പ്രകടമായിരുന്നു. കോൺഗ്രസിനോടൊപ്പം അദാനി വിഷയത്തിൽ പ്രതിഷേധിക്കാൻ സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. സംബാൽ വിഷയത്തിൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്കാണ് ആദ്യ ദിവസങ്ങളിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഒരു ഭിന്നത പാർലമെന്റിന് പുറത്തേക്കും കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്ന് മമതാ ബാനർജിയാണ് ഒരു അഭിമുഖത്തിനിടെ താൻ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയത്. തൊട്ടു പിന്നാലെ തന്നെ സമാജ്വാദി പാർട്ടി ഇത് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ രംഗത്തെത്തി. 100% ഇതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സഖ്യത്തെ അത് ശക്തിപ്പെടുത്തും എന്നുമുള്ള പ്രതികരണമാണ് പാർട്ടിയുടെ ദേശീയ വക്താവ് ഉദയ്വീർ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായി തന്നെ NCP ശരത് പവാർ വിഭാഗവും ഈ ഒരു പ്രതികരണത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും മമത അത്തരത്തിൽ പുതിയ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്രിയ സുലെ തന്നെയാണ്. മറ്റ് പാർട്ടികളുടെ കൂടി പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വാർത്താമഴയിലേക്ക് വീണ്ടും. പത്തനംതിട്ട നഗരത്തിലെ കെട്ടിടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സന്തോഷാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? സഹപ്രവർത്തകർ കുടുംബമൊക്കെ എന്താണ് പറയുന്നത്? ശ്രീജിത്ത്, സഹപ്രവർത്തകരും കുടുംബവും കാര്യമായ രീതിയിലുള്ള പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇദ്ദേഹം 2 ദിവസമായി ആബ്സെന്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തെ കുറിച്ച് ഔദ്യോഗിക പ്രതികരണം തയ്യാറായി. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. പത്തനംതിട്ട നഗരത്തിലെ കെട്ടിടത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സന്തോഷാണ് മരിച്ചത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചിരവൈരികളായ ബംഗളൂരു FC-ക്കെതിരെ ബംഗളൂരുവിന്റെ മൈതാനമായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സദേൺ ഡെർബിക്കാണ് അല്പസമയത്തിനകം ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചിരവൈരികൾ നേർക്കുനേർ എത്തുകയാണ്. കൊച്ചിയിലേറ്റ ബംഗളൂരുവിനോടേറ്റ പരാജയത്തിന് അവരുടെ മണ്ണിൽ കണക്ക് പറയുന്നതിന് വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ലീഗിൽ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ്. നിലവിൽ 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിജയം അനിവാര്യമാണ്. ആ വിജയത്തിലേക്ക് എത്തും. നിലവിൽ കണക്കുകളെല്ലാം തിരിച്ചടിയാണെങ്കിലും അത് മറികടന്ന് വിജയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആയിരക്കണക്കിനായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. അത് കേരളത്തിൽ മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബംഗളൂരുവിലെ സ്റ്റേഡിയത്തിന് പുറത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ മത്സരം കാണുന്നതിന് വേണ്ടി കേരളത്തിനുൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം വലിയ ശുഭപ്രതീക്ഷയിലാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരുവിൽ നടന്ന മത്സരങ്ങളിൽ 6 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇതുവരെ ഒരു വിജയത്തിലേക്ക് എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ലീഗിലെയും പ്രകടനങ്ങൾ വെച്ച് നോക്കിയാൽ അതിൻ്റെ കണക്ക് പറഞ്ഞാൽ ബംഗളൂരുവിനോട് താരതമ്യപ്പെടുത്തിയാൽ അത്ര ശുഭകരമായിട്ടുള്ള കണക്കുകൾ കേരളത്തിനില്ല, ബ്ലാസ്റ്റേഴ്സിനില്ല. പക്ഷേ ആ കണക്കുകളെല്ലാം അതിനപ്പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയത്തേരിലേറും എന്ന പ്രതീക്ഷ തന്നെയാണ് നിരവധിയായിട്ടുള്ള ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ ഫാൻ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബംഗളൂരു. നമുക്കറിയാം, മുൻകാലത്തൊക്കെ ആ സ്റ്റേഡിയത്തിനകത്ത് ഈ ആരാധകർ തമ്മിൽ കയ്യാങ്കളി ഉൾപ്പെടെ ഉണ്ടാകുന്ന ആ സാഹചര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകർ തമ്മിലുള്ള വലിയ പോരാട്ടവും നമുക്ക് ഈ ബംഗളൂരുവിൽ കാണാൻ സാധിക്കും. ഒരു വശത്ത് ബംഗളൂരു ഫാൻസും അതുപോലെ തന്നെ അണിനിരക്കുന്നുണ്ട്. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും നൂറുകണക്കിന് ആരാധകർ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിനുൾപ്പെടെ കളി കാണുന്നതിന് വേണ്ടിയായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെയായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അവർക്ക് അഭിമാന പോരാട്ടമായിട്ടാണ് അവർ കാണുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും എന്ന വലിയ ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ആ അഭിമാന പോരാട്ടത്തിന് ഈ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവാരനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. വാർത്താമഴയിലേക്ക് വീണ്ടും. സംസ്ഥാന സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കുമെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകളിൽ സമ്പൂർണ്ണ അവ്യക്തതയെന്ന്
ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഫിനാൻസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ഇത്തവണ കോടതി കേട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറഞ്ഞു. ഈ വർഷം 95 കോടി രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത്. 677 കോടി രൂപ ബാക്കിയുണ്ട്. ഇതിൽ അടിയന്തരാവശ്യത്തിന് എത്ര ചെലവഴിക്കാമെന്ന കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലായിരുന്നു. കൃത്യമായി അക്കൗണ്ടിംഗ് നടത്താത്തതാണ് ഇതിന് കാരണമെന്നും കോടതി വിമർശിച്ചു. ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണം. SDRF ഫണ്ടിലെ നീക്കിയിരിപ്പ്, വിനിയോഗിച്ച തുക, ആവശ്യമായ തുക എന്നിവയുടെ കൃത്യമായ കണക്ക് ഹാജരാക്കാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച കണക്കുകൾ നൽകുമെന്ന് സർക്കാർ മറുപടി നൽകി. 24 കൊച്ചി. ഇനി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ്. ശബരിമലയിലെ ദിലീപിന്റെ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഭക്തരെ തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം തേടി എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, വിവരങ്ങൾ. അജീഷ്. റീജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിൽ ദിലീപ് സന്ദർശനം നടത്തിയത് വലിയ വിവാദമായിരുന്നത്. ഈ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. ദിലീപിന്റെ സന്ദർശനം എല്ലാവരും വാർത്തയാക്കിയിരുന്നെങ്കിലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വിശദീകരണം ചോദിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ദേവസ്വം ബോർഡ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഹരിവരാസന സമയം ചില വ്യക്തികൾക്ക് പരിഗണന നൽകുകയും അതിനായി മറ്റു ഭക്തരെ തടഞ്ഞു നിർത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകണമെന്നുമാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊള്ളുമെന്നും ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട്. ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ബോർഡ് അറിയിപ്പ് നൽകുന്നു. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോടതി നിലപാട് ഘടിപ്പിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടാനൊരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ PK റോസി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ടെലിവിഷൻ ജേർണലിസ്റ്റ് വിഭാഗത്തിൽ 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം അവാർഡിന് അർഹനായി. പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 10-ന് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.